മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഇന്ന് പലരെയും പാപത്തിലേക്ക് വിടുകയാണ് നമ്മൾ. ഉച്ച 12 മണിക്ക് ആരാധനയോടുകൂടി നമ്മൾ ഈ തിരുവത്താഴം നടത്തുന്നത് കൊണ്ട് ഇന്നലെ രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കി വന്നവരും ഇതിൻ്റെ കൂടെ എടുത്തു പോവുകയാണ്. കാരണം എന്താ? എടുത്തില്ലെങ്കിൽ അവർ അപമാനിതരായി തീരുമെന്നുള്ള ആ ഉള്ളു ഭയം കൊണ്ട് എടുത്തു പോകുന്നു. അതുപോലെ തന്നെ മറ്റൊരുത്തൻ്റെ വെയില് അങ്ങോട്ട് പൊളിച്ച് മാറ്റിക്കൊണ്ട് നമ്മുടെ വെയിൽ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ നമ്മുടെ സഭായോഗത്തിനുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ആ വ്യക്തിയും എടുത്തില്ലെങ്കിൽ കുറ്റക്കാരനായി മാറും. അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വ്യക്തിയും കൂടെ എടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സഭായോഗം കഴിഞ്ഞ് ഈ തിരുവത്താഴ ശുശ്രൂഷ ഒന്ന് രാത്രിയേക്ക് മാറ്റിവെച്ചേ എല്ലാവരും വന്ന് പങ്കെടുക്കത്തില്ല. പ്രാഗൽഭ്യമുള്ളവർ മാത്രമേ വരത്തുള്ളൂ. വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. അവിടെ വ്യക്തമായിട്ട് പറയും, 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിലകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ചും മനസ്സിലാക്കണം. ദയവ് ചെയ്ത് ഞാൻ ഈ നമ്മുടെ കേരളത്തിലെ പാസ്റ്റർമാരോട് പറയുകയാണ്. കേരളത്തിലെ പാസ്റ്റർമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇത് കുറ്റമുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾ കർത്താവ് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജനത്തെ നിങ്ങൾ വഞ്ചിക്കരുത്. ഈ ജനത്തെ നാശത്തിലേക്ക് വിടരുത്. നിങ്ങൾ ഈ സഭായോഗം കഴിഞ്ഞ് തിരുവത്താഴം എടുക്കുന്നുണ്ടെങ്കിൽ അത് രാത്രി എടുക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. അല്ലെങ്കിൽ അത് വലിയ പാപമായി വരും. ഈ വരുന്ന ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുന്നവരായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നത്. അതുപോലെ പ്രത്യേകമായൊരു വിഷയം എനിക്ക് പറയാനുള്ളത്, ഇത് ഇന്ന് വന്ന് ബർത്ത്ഡേക്ക് കേക്കും വൈനും കൊടുക്കുന്ന രീതിയിലായി. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഗ്ലാസ്. അങ്ങനെയല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു അപ്പത്തിൻ്റെ അംശികളും ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാകണം. എന്തിനാണ് ഒരു അപ്പം മേടിച്ചിട്ട് പിച്ച് ചീന്തണം? എന്തിനാണ്? അതെന്തുകൊണ്ടാണ്? ഒരു അപ്പത്തിൻ്റെ അംശികളാകണമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാകണം. തൊട്ടടുത്ത് ക്യാൻസർ പിടിച്ച ഒരുത്തൻ കുടിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് തന്നെ ഇപ്പുറത്തിരിക്കണം മുതലാളി കുടിക്കണം.